ഡിസൈനിങ് എങ്ങനെയെന്നാണ് പഠിച്ചത്. ഞാൻ ഇതിലിപ്പം ഡീറ്റെയിലിംഗ് എങ്ങനെ ചെയ്യാം ആഡ്സ് പ്രോ വെച്ചിട്ടുള്ളതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഞാൻ മോഡൽ ചെയ്യാൻ എടുത്ത ആ സെയിം പ്ലാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓരോ സ്ലാബ് ഞാൻ വരച്ചിട്ടുണ്ട്, ഓരോ റൂംസിന് വേണ്ടിയിട്ട് ഓരോ സ്ലാബ് വരച്ചിട്ടുണ്ട്. ഈ ആവശ്യമില്ലാത്ത ഓക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ജോയിൻസ് എല്ലാം, അതായത് ഇതിന്റെ ജോയിൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണോ ജോയിന്റ് ആയിരിക്കണേന്ന് നോക്കണം. അതായത് ഈ പോയിന്റും എല്ലാം കറക്റ്റ് ആണോ. അങ്ങനെ അല്ലെങ്കിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം കാണിക്കാൻ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റിയിടുവാണ്. ഇത് ജോയിന്റ് കറക്റ്റ് അല്ല. ബാക്കി എല്ലാം വെരിഫൈ ചെയ്യണം. എല്ലാ ജോയിൻസും കറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. എന്നിട്ട് കോളംസ് എടുത്ത് മാറ്റണം. തൽക്കാലത്തേക്ക് കോളംസ് സെലക്ട് ചെയ്യുക. കോളംസ് സെലക്ട് ചെയ്ത് അത് പുറത്തോട്ടൊന്ന് വയ്ക്കും. എന്നിട്ടാണ് ജോയിൻസ് എല്ലാം കറക്റ്റ് ആണോ നോക്കേണ്ടത്. ഇനി ഇതിനകത്ത് ഒരു ടെക്സ്റ്റ് നമ്മൾ എസ് എന്നോ S1 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഡ്സ് പ്രോയ്ക്ക് ഏത് സ്ലാബൊക്കെ എടുക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു നെയിമിംഗ് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇത് തന്നെ കോപ്പി ചെയ്ത് എല്ലാ സ്ലാബുകളിൽ എല്ലാത്തിലും വയ്ക്കുന്നില്ല. ഞാൻ ഈ ഒരു സ്ലാബിൽ എസ് വെച്ചിട്ടില്ല. എന്താണ് പറ്റുന്നതെന്നൊക്കെ ജസ്റ്റ് കാണിച്ചു തരാനാണ്. എല്ലാത്തിലും S1 എന്ന് വെച്ചു. വച്ചിട്ട് ഈ സെയിം സ്ലാബിന്റെ 3 കോപ്പി നമ്മൾ എടുത്തു വെക്കുക. അതിന്റെ റീസൺ ഡിസൈൻ ഡീറ്റെയിലിംഗ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ പറയാം. ഈ 3 കോപ്പി എടുത്ത് വെക്കും. ഇനി ആഡ്സ് പ്രോ എടുക്കണം. ആഡ്സ് പ്രോയിൽ നമ്മൾ M30 ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. FE500 ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്ലാബ് എടുക്കുക, സ്ലാബ് ഡീറ്റെയിലിംഗ് എടുക്കുക. സ്ലാബ് ഡീറ്റെയിലിംഗ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ റൈറ്റില് താഴെ കോർണറിൽ ടാഗ്സ് ഇവിടെ സെറ്റിംഗ് ഉണ്ട്. നമുക്ക് സെറ്റിംഗ്സിനകത്ത് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോട്ടം ബാർ കളർ, അതായത് ഇനിയിപ്പോ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് വരുമ്പോൾ ബോട്ടം ബാറിന്റെ കളർ എന്ത് വരണം, ബോട്ടം ബാർ ഏത് ലെയറിലായിരിക്കണം വരുന്നത്. ബോട്ടം ബാർ നമുക്ക് കോഎഫിഷ്യൻസ് ഉണ്ട്. 0.12 ഇൻറ്റു LX ആണ്, 0.18 LX ആണ്. അപ്പം എത്രയാണ് ബോട്ടം ബാറിന്റെ രണ്ടിന്റെ കണ്ടിന്യൂസ് എൻഡ് ആണെങ്കിൽ 0.17 LX ആണ്, ഡിസ്കണ്ടിന്യൂസ് ആണ് 0.12 LX ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഡയമെൻഷൻ വരേണ്ടത് ഈ ലെയറിലാണ്. SRC സ്ലാബ് ബോട്ടം ബാർ ഡിം എന്ന് പറഞ്ഞാലാണ് വരേണ്ടത്, ഗ്രേ കളറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. സെയിം തന്നെ ടോപ്പ് ബാറും ഉണ്ട്. ടോപ്പ് ബാർ എന്താണ് റെഡ് കളറിലാണ് കൊടുക്കേണ്ടത്. ഇതാണ് വരേണ്ടത്. കണ്ടിന്യൂസ് എഡ്ജ് ആണെങ്കിൽ 0.3 LX ആണ്, ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് ആണെങ്കിൽ 0.2 LX ആണ് വരേണ്ട. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് കളറൊക്കെ മാറ്റി കൊടുക്കാം. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ബീമിന്റെ വിഡ്ത് എത്രയാണെന്ന് സെറ്റ് ചെയ്യാം, കവർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ടാഗ്സ് എന്ന് പറഞ്ഞത് എടുക്കാം. ഈ ടാഗ്സിൽ ഇതിപ്പോ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്, ഇതേപോലെ ആയിരിക്കും കിടക്കുന്നത്. ഞാൻ ഇവിടെ S1 എന്ന് പറഞ്ഞിട്ട് 110ന്റെ സ്ലാബ് ആയിരിക്കും S1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ S2 S3 എത്ര സ്ലാബ് ആണെന്ന് കൊടുക്കാം. ആ S1 S2 S3 ടാഗ്സ് തന്നെ നമ്മുടെ സ്ലാബിലും കൊടുക്കാം. നമ്മളിപ്പം ഒരു S1 S2 ഞാൻ S1 എന്നും പറഞ്ഞ് ടാഗ് ചെയ്തല്ലോ, അതിനകത്ത് S2 S3 എന്നും പറഞ്ഞ് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന്റെ LX-ഉം LY-യും വെച്ചിട്ട് ആഡ്സ് പ്രോ തന്നെ നമുക്ക് അവിടെ എത്രയുടെ സ്ലാബ് വേണം എന്നുള്ളത് സജസ്റ്റ് ചെയ്ത് തരും. അപ്പൊ ഇവിടെ ജസ്റ്റ് ഞാൻ S1 കൊടുത്തു, 110 എന്നും സെറ്റ് ചെയ്ത് കൊടുത്തു, ക്ലോസ് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്കാൻ സ്ലാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓട്ടോ കാഡ് ഫയലിൽ ഇവിടെ ഈ സ്ലാബ് ഞാൻ സ്കാൻ ചെയ്ത് എന്റർ കൊടുക്കും.
ഇപ്പൊ നമുക്ക് ഓരോ കളേഴ്സ് വരുന്ന കാണാം. ഈ S1 ഞാൻ കൊടുത്തിരുന്ന ബോക്സിലെല്ലാം ഓരോ കളർ പർപ്പിൾ ഇതെല്ലാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്കാൻ ആയി എന്നാണ് അർത്ഥം. ഇത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ഇതായിട്ട് കിടക്കാത്തത് കൊണ്ട് അവിടെ സ്കാൻ ആയില്ല. ഞാൻ അവിടെ S1 എന്ന് എഴുതിയിട്ടില്ല, ടാഗും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതും സ്കാൻ ആയിട്ടില്ല, ഇതും സ്കാൻ ആയിട്ടില്ല. നമുക്കിനി മറ്റേ ഇതില് എൻ്റർ ചെയ്യണം. ഇത് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് വരും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഏതൊക്കെ ഇത് സ്കാൻ ആയി എന്നുള്ളത്. നമുക്കിത് നോക്കിയ ഐഡിയ കിട്ടും. കണ്ടോ, ഇതില് ഇവിടെയുള്ള ആ ഒരു കുഞ്ഞ് സ്ലാബും സ്കാൻ ആയിട്ടില്ല, ഇവിടെയുള്ള ഒരു കുഞ്ഞ് സ്ലാബും സ്കാൻ ആയിട്ടില്ല. ബാക്കി എല്ലാ പോർഷൻസും സ്കാൻ ആയി കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഡെപ്ത് നമ്മൾ S1 ആണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 110 തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അത് എക്സിക്യൂട്ട് കൊടുക്കാം. എക്സിക്യൂട്ട് കൊടുക്കുമ്പോഴത്തേക്കും LX എത്രയാണ്, LY എത്രയാണെന്നുള്ളതൊക്കെ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഓക്കെ, എക്സിക്യൂട്ട് ഓക്കെ. അപ്പം എക്സിക്യൂട്ട് കൊടുത്തു എൻ്റർ ചെയ്താല് എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും എത്രയാണ് LX LY എന്നുള്ളത് കിട്ടി. നമുക്ക് അവിടെ എത്രയൊക്കെയാണ്, അതായത് രണ്ട് അഡ്ജസന്റ് എൻഡ്. ഇപ്പം ഫസ്റ്റ് സ്ലാബ് 1 എന്ന് എടുത്തിരിക്കുന്നത് 2.7/3 ആണ്, 3.3 ആണ് അതിന്റെ സൈസ്. അവിടെ രണ്ട് അഡ്ജസന്റ് എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇതായി മേ ബി ഏത് സ്ലാബ് ആണെന്നുള്ളത് നമുക്ക് എടുത്തു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇതായിരിക്കണം, ഈ താഴത്തെ ആയിരിക്കണം. രണ്ട് സൈഡിലെ എഡ്ജസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ എടുത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡ്രോ സെലക്ട് ചെയ്യുക. നമ്മുടെ ഡ്രോയിങ്ങിൽ പോവുക. ഈ പോയിന്റ് ആ സെയിം പോയിന്റ്സ് തന്നെ, മൂന്നിലും സെയിം പോയിന്റ്സ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ബാർ ആണ് വരച്ചു വന്നത്. ഈ വന്നതെല്ലാം ടോപ്പ് ബാർസ് ആണ്. ഈ സെക്കൻഡിൽ വന്നതെല്ലാം ബോട്ടം ബാറും. ഇനിയിപ്പം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഷട്ടറിങ്ങിന്റെ ഡീറ്റെയിൽസും ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അനോട്ടേഷൻസ് ജസ്റ്റ് ഒന്ന് മാറ്റുവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. ആക്ച്വലി നമ്മൾ ഇതിന്റെ അനോട്ടേഷൻ ആഡ്സ് പ്രോയിൽ തന്നെ കറക്റ്റ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഡയമെൻഷൻ ഇത് കറക്റ്റ് ആയിട്ട് വന്നേനെ. ഓക്കെ, അപ്പൊ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ടോപ്പ് ബാർ ആണ്. ടോപ്പ് ബാർ ഈ പോർഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഒരു എല്ലും വന്നിട്ടുണ്ട്, താഴോട്ടൊരു ബാറും വന്നിട്ടുണ്ട്. അത്
8-200 ആണ് നമ്മുടെ സ്പേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഈ ബാറ് നമ്മൾ 8-200 സ്പേസിംഗിൽ ഇങ്ങനെ ആയിരിക്കും ഇടുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഇവിടുന്ന് ഈ ഡിറക്ഷനിൽ ഇങ്ങനെ 8-200 നമ്മൾ ആ കമ്പി ഇടും. അതാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. സെയിം പോലെ തന്നെ തിരിച്ച് ഇതും ഒരു ഡിസ്കണ്ടിന്യൂസ് എൻഡ് ആണ്. അവിടെ നമുക്ക് 8-200 ആണ് വന്നിരിക്കുന്നത്. അപ്പം ഈ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-200 ഡിസ്റ്റൻസിൽ ഇങ്ങനെ വരും, ഈ സ്പാൻ ഫുൾ വരും. ഇതും ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് ആണ്. കാരണം നമ്മൾ ഇത് രണ്ട് സ്ലാബും ഇവിടെ സ്ലാബ് ഉണ്ടെന്നുള്ളത് നോട്ട് ഇത് ചെയ്തിട്ടില്ല, ആഡ്സ്പ്രോയ്ക്ക് അറിയില്ല. അതുകൊണ്ട് അത് ഡിസ്കണ്ടിന്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എഡ്ജ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ലാബ് കണ്ടിന്യൂ ചെയ്ത് തന്നെ ഇപ്പുറത്ത് വേറൊരു സ്ലാബ് ഉണ്ട്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. ഈ ബിൽഡിങ്ങിൽ ഇതിന്റെ ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് സ്ലാബ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് എന്ന് പറഞ്ഞത്. ഈ സൈഡിൽ കണ്ടിന്യൂസ് എഡ്ജ് എന്ന് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നമുക്ക് ഒരു സ്ലാബും കൂടെ ഉണ്ട്. സോ ഇത് കണ്ടിന്യൂസ് എഡ്ജ് ആണ്. കണ്ടിന്യൂസ് എഡ്ജിലും നമ്മൾ നോക്കുവാണെങ്കിൽ 8-200 ആണ് അവിടത്തെ സ്പേസിങ് വന്നിരിക്കുന്നത്. ഇതിപ്പോ സ്ലാബ് എല്ലാം നമുക്ക് ഡെപ്ത് നോക്കിയാൽ അറിയാം, 110 മതി. ഇവിടുത്തെ ഡെപ്ത് എത്രയാണ്? ഈ ഡെപ്ത് ഇവിടെ 120 ഉണ്ടെങ്കിലേ പാസ് ആവത്തുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ ഇത് കുറച്ചും കൂടെ വലിയ സ്ലാബാണ്. ഇത് കുറച്ചുകൂടെ വലിയ സ്ലാബ് വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഡയമെൻഷൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 5.1 5.4. അപ്പൊ LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.1 ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസ് വരുമ്പം നമ്മൾ ഒരിക്കലും 190യുടെ സ്ലാബ് കൊടുക്കില്ല. നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലാബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഇതിന് ഒരു ബീമും കൂടെ കൊടുക്കും, അല്ലെങ്കിൽ 2 ബീംസും കൂടെ കൊടുത്ത് ഇതിന്റെ LXന്റെ വാല്യൂ കുഞ്ഞാക്കും. എപ്പോഴും നമ്മുടെ സ്ലാബിന്റെ ഡെപ്ത് ഗവേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LXന്റെ ഡിസ്റ്റൻസ്, LX എത്രയാണോ അതാണ് ഗവേൺ ചെയ്യുന്നത്. അപ്പം അതിനെ ഒരു 1 വേ സ്ലാബ് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കും. ഇതിപ്പം വലിയ സ്ലാബ് ഞാൻ ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ടാണ് അതിന്റെ ഡെപ്ത് 190 എന്ന് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ടോപ്പ് ബാറിന്റെ ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കോഎഫിഷ്യൻസ് ഉണ്ട് നമുക്ക്. അതായത് 0.2 LX, 0.118 LX, അങ്ങനെ കുറച്ച് കോഎഫിഷ്യൻസ് ഉണ്ട്. അതില് ടോപ്പ് ബാറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് ആണ് വരുന്നെങ്കിൽ 0.2 LX ആണ് ഈ ഡിസ്റ്റൻസ്. അതായത് ഈ എഡ്ജ് തൊട്ട് ബീമിന്റെ എഡ്ജ് തൊട്ട് ഈ ബാറിന്റെ എൻഡ് വരെ നമുക്ക് വേണ്ടത് 0.2 LX ആണ്. അപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ LX വരുന്നത് സൈഡായിരിക്കും. അപ്പം LX വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.05 ആണ്. 3.1 എന്ന് എടുത്തു. 3.1 എന്ന് എടുത്തു ഇൻറ്റു 0.662, അതായത് 620 mm ആണ് നമുക്കിവിടെ വരേണ്ടത്. 613 mm വന്നിട്ടുണ്ട്. ഇത് നമ്മൾ റൗണ്ട് ചെയ്ത് 620 ആക്കി ഇടണം. 613 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ അത് മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് 620 ആക്കി റൗണ്ട് ചെയ്തിടണം. അപ്പം ഈ ഡിസ്കണ്ടിന്യൂസ് എഡ്ജി വരുന്ന കമ്പിയുടേത് കണ്ടുപിടിക്കേണ്ടത് 0.2 LX വെച്ചിട്ടാണ്. ഇനി കണ്ടിന്യൂസ് വരുമ്പം ഇപ്പൊ നിങ്ങൾക്ക് 2 ലെങ്തിലെ ബാർ കാണാം. അതായത് ഒരു കുറച്ചും കൂടെ നീളം കൂടിയ ഒരു ബാറും ഉണ്ട്, കുറഞ്ഞൊരു ബാറും ഉണ്ട്. ഈ നീളം കൂടിയ ബാറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 LX ആണ്. 0.3 LX വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബീമിന്റെ ഈ സൈഡ് തൊട്ട് ഇവിടെ തൊട്ട് ഈ ബാറിന്റെ എൻഡ് വരെയാണ് 0.3 LX. സെയിം തന്നെയാണ് താഴോട്ടും, ഈ ബീമിന്റെ എൻഡ് തൊട്ട് താഴെ വരെ. അപ്പൊ ഈ ടോട്ടൽ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 LX ഇതുവരെ വരും, പ്ലസ് ബീമിന്റെ വിഡ്ത്ത് വരും,
പ്ലസ് 0.3 LX വരും. അതായിരിക്കും ഈ ടോട്ടൽ നമ്മുടെ ബാറിന്റെ ലെങ്ത്. സിമിലർലി ഈ കുഞ്ഞു ബാർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0.18 LX ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് തൊട്ട് നോക്കുവാണെങ്കിൽ ഈ ബാറിന്റെ നമ്മുടെ ബീമിന്റെ ഔട്ടർ ഡിസ്റ്റൻസ് ഔട്ടർ എഡ്ജ് തൊട്ട് ബാറിന്റെ എൻഡ് വരെ ഉള്ള ഡിസ്റ്റൻസ് പ്ലസ് ബീമിന്റെ വിഡ്ത്ത് പ്ലസ് താഴെയും സെയിം. അങ്ങനെയായിരിക്കും നമ്മുടെ ഈ ബാറ് വരുന്നത്. അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് കണ്ടിന്യൂസും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഫോർമുലാസ് കറക്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് നോക്കണം. ഇനി സങ്കൺ സ്ലാബ് വരുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ബാർ, സങ്കൺ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടോയ്ലറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ താഴ്ത്തിയായിരിക്കും ആ ഫ്ലോർ ചെയ്യുന്നത്. അതായത് പൈപ്സ് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്ലോർ താഴ്ത്തി ചെയ്യും. പൈപ്പ് അതിലെ ഇട്ട് കഴിഞ്ഞ് ഇപ്പൊ ക്ലോസറ്റിന്റെ പൈപ്പ്, വാഷ് ബേസിന്റെ ഒക്കെ പൈപ്സ് എല്ലാം അതിന്റെ താഴെ കൂടെ സ്ലാബിന്റെ മുകളിൽ കൂടെ പോയതിനു ശേഷം നമ്മൾ അത് ഫില്ല് ചെയ്തിടും. സ്ക്രീഡ് വെച്ച് ഫില്ല് ചെയ്ത് നമ്മുടെ നോർമൽ ഫ്ലോറിന്റെ ഹൈറ്റ് ആക്കും. അതാണ് സങ്കൺ സ്ലാബ്. അങ്ങനെയുള്ള സ്ലാബ് ചെയ്യുമ്പോൾ നമ്മൾ കമ്പി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഈ ഡിസ്കണ്ടിന്യൂസ് പോലെ തന്നെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും നമ്മൾ കമ്പി കൊടുക്കുന്നത്. എന്നിട്ട് അത് ഈ നമ്മുടെ ഇതിന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയായിരിക്കും കമ്പി വരുന്നത്. സങ്കൺ സ്ലാബിന്റെ കേസിൽ ഇങ്ങനെയായിരിക്കും കമ്പി വരുന്നത്. ഇനി ബോട്ടം ബാറിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഇനിയിപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും എല്ലായിടത്തും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ബാറും ടോപ്പ് ബാറും നമ്മളൊരു മെഷ് പോലെ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഫുൾ കാണും. ഇതേപോലെ ഇവിടെ നിന്നിപ്പം ഞാൻ ഇങ്ങനെ ഫുള്ള് ബാറ്, അതായത് മെയിൻ ബാറും ഇങ്ങനെ കാണും, ഡിസ്ട്രിബ്യൂഷൻ ബാറും ഇങ്ങനെ കാണും. ഒരു പ്ലസ് പോലെ ഫുൾ ഒരു മെഷ് പോലെ ആയിരിക്കും. താഴെ മുകളിലും അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് എക്കണോമിക്കൽ അല്ല. അത് കുറച്ചുകൂടെ ഒരുപാട് സ്റ്റീല് നമുക്ക് അതിനകത്ത് വേസ്റ്റ് ആയി പോകും. അപ്പം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് താഴെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ബോട്ടമില് നമുക്ക് ബോട്ടം മെയിനും ഡിസ്ട്രിബ്യൂഷനും വരുന്നുണ്ട്. പക്ഷെ ടോപ്പിൽ വരുമ്പോൾ കട്ടയിൽ ചെയ്താണ് വരുന്നത്. അതായത് ടോപ്പില് ഇത്ര പോർഷൻ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് നമുക്കൊരു ചെറിയൊരു സ്പേസ് കാണും. ഇതിങ്ങനെ ഇട്ട് വരുമ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ ഇട്ട് ഫുൾ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇടയ്ക്ക് കുറച്ച് പോർഷനിൽ ടോപ്പില് ബാറ് കാണത്തില്ല. അത് കുറച്ചും കൂടെ എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഷട്ടറിങ്ങിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഈ സെയിം ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇതിനകത്ത് എത്രയാണ് ലെങ്ത് വരുന്നത്? ഇവിടെ 310 ഉണ്ട്, ഇവിടെ 2.866 ഉണ്ട്. അപ്പം അത്രയാണ് ഷട്ടറിങ് ക്വാണ്ടിറ്റി വേണ്ടത്. ഉള്ളിൽ അത്രയാണ് ഏരിയ എന്നുള്ളത് നമുക്ക് എല്ലാ ഇതിനകത്തും അവര് ഏരിയ തരും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഷട്ടറിങ് ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിനകത്തുള്ളത്. ഇനി ഞാൻ കോളം എടുത്ത് പുറത്ത് വെച്ചതിന്റെ റീസൺ കൂടെ കാണിച്ചു തരാം. ഇതൊരു കോപ്പി ഞാൻ എടുത്തു. ഇവിടെ ഞാൻ ഡെസ്ഫണ്ണും കൂടി ഇടുവാണേ. ഇത് വരാത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കോളംസും കൂടെ കോപ്പി ചെയ്ത് വയ്ക്കും. കോളം കൂടെ വെച്ചു. ഇതിന്റെ 3 കോപ്പി സെയിം 3 കോപ്പി എടുത്ത് വെച്ചു. പോയി ഒന്നും കൂടെ സ്കാൻ സ്ലാബ് കൊടുത്തു. ഡ്രോയിങ്ങിനകത്തോട്ട് വന്നു എന്റർ കൊടുത്തു. എല്ലാ ഇതും സ്കാൻ ആയി വന്നു. കൊടുത്തു.
നമുക്കെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കിട്ടി. ഇനി ഡ്രോ കൊടുത്തു കഴിഞ്ഞാല് ഒരു മിനിറ്റ് എന്റെ ഓക്കെ, ഇതിൽ ഓൾറെഡി ഒരു എറർ പോലെ വന്നത് ഇപ്പൊ നോക്കട്ടെ. ഇത് കണ്ടോ, ഈ നമ്മൾ കോളവും കൂടെ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളത്തിന്റെ അവിടെയും കൂടെ നമ്മുടെ ടോപ്പ് ബാസ് കയറി വരും. അതുകൊണ്ടാണ് കോളം മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനെന്ന് എപ്പോഴും പറഞ്ഞത്. ഇത് ഈ വേറെ ബാറൊക്കെ വന്നത് നേരത്തെ കുറച്ച് എറർ വന്നതുകൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ നോർമൽ നമുക്ക് ഈ കിട്ടിയതുപോലെ വരും. കിട്ടിയതുപോലെ വന്നിട്ട് കോളംസും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോളത്തിന്റെ അവിടെയും കൂടെ ബാറ് വരും. അത് ആഡ്സ് പ്രോയ്ക്ക് മനസ്സിലാകത്തില്ല കോളം ആണെന്നുള്ളത്. അതുകൊണ്ട് കോളം ജസ്റ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഇത് വരയ്ക്കാൻ. എന്നിട്ട് കോളം കൂടെ പ്ലേസ് ചെയ്ത് വേണം നമ്മൾ ഡ്രോയിങ് ഫൈനലായിട്ട് കൊടുക്കാൻ. ഇനി ഇതിന്റെ എന്താണ് സൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇപ്പം അത് നമുക്ക് ആഡ്സ് പ്രോയിൽ ആ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തന്നതില് ഈ സെറ്റിങ്സ് നമ്മൾ എടുത്തതിനകത്ത് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതില് ഈ സെറ്റിങ്സിനകത്ത് നമുക്കിവിടെ സൈസ് ഒക്കെ മാറ്റാൻ പറ്റും. ലൈവ് ലോഡ് എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് കിട്ടും. ഈ SRC ഈ ഡയമെൻഷൻ വന്നില്ലേ, ഗ്രേഡ് ഡയമെൻഷൻ, ഇത് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ എത്രയാണ് വരേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇത് നോക്കി ഇത് ചെയ്താൽ മതി. അപ്പൊ ആ ഡയമെൻഷന്റെ സാധനങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. വേറെ ഇതിപ്പോ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ചെയ്ത് നോക്കിയാലേ ഡൗട്ട് വരുവുള്ളൂ. എന്നാലും ഇത്രയും കേട്ടതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഈ ഇതില് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഏത് സ്ലാബാണ് എടുത്തത്, എത്ര എൻഡ് കണ്ടിന്യൂസ് ആണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്, അങ്ങനെയൊക്കെ കാണിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഡയമീറ്റർ കാണിക്കും.
അതല്ലാതെ അവിടെ എടുത്തിരിക്കുന്ന ഡെഡ് ലോഡും ലൈവ് ലോഡും ഒക്കെ എത്രയാണെന്നുള്ളതും കാണിച്ചു തരും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ അത് കാണിക്കുവാണെങ്കിൽ ഇത് സ്കാൻ ചെയ്യാൻ തൽക്കാലം ഡയമീറ്റർ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എക്സിക്യൂട്ട് കൊടുക്കുവാണ്. ഇത് ഒരുപാടെണ്ണം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ലൈൻസ് ഉണ്ടായിരുന്നല്ലോ, അതും എല്ലാം കൂടെ വന്നതാണ്. ഉണ്ട്. ഇതിനകത്ത് ഡെഡ് ലോഡ് ലൈവ് ലോഡ് എത്രയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കൺസിഡറേഷൻ ഇത്രയും വെച്ചിട്ടാണ് ഇത് ഡിസൈൻ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് തരുന്നതെന്നുള്ള കാൽക്കുലേഷൻ കൂടെ ഇവിടെ കിട്ടും. ഇത്രേ ഉള്ളൂ ആക്ച്വലി ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സെറ്റ് ചെയ്തെടുക്കുക. സെറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ നമ്മൾ അത് ക്യാഡിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ ലേ ഔട്ടിൽ തന്നെ നമുക്ക് ആഡ്സ് പ്രോയിൽ നിന്നും അത് അടിച്ചു കിട്ടും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു.